എല്ലാവർക്കും പ്രമ്യാസ് ഫുഡ് മീസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇലയൊന്നുമില്ലാതെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു അടയുടെ റെസിപ്പിയാണിത്. നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് നൈസ് റൈസ് പൗഡറും ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇത് സ്പൂണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ചൂട് തണിഞ്ഞതിന് ശേഷം നമുക്ക് കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോഴേക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആയിട്ട് കിട്ടും. ഇത് നൈസ് പൗഡർ ആയതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഡോ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഫില്ലിങ് തയ്യാറാക്കാനായിട്ട് ഒരു കടായി വെച്ചിട്ടുണ്ട്. ചൂടായി വന്ന കടായിലേക്ക് കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്തെടുത്ത സവാള, ഇഞ്ചി, പച്ചമുളക്, എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിതിപ്പോൾ കുറച്ച് കൂടുതൽ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല സ്പൈസി ആയിട്ടാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. ഇത് ജസ്റ്റ് വഴറ്റി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മൂടി വെച്ച് നന്നായിട്ട് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടും. നമുക്ക് അധിക ടൈമൊന്നും വേണ്ടി വരില്ല. നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം അതും മൂടി വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും തക്കാളി നന്നായിട്ടൊന്ന് വഴണ്ട് സെറ്റായിട്ട് കിട്ടും. ഇപ്പോൾ ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്, ഞാനിതിൽ ഒരു മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇതുമാത്രം മതിയെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ കയ്യിലുള്ള എന്താണോ ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് ഇതിൽ ഫില്ലിംഗ് ആയിട്ട് വേണ്ടത് അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉടച്ചെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ടേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പ് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഫില്ലിങ്ങും അളവും ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ലാസ്റ്റായിട്ട് ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്തെടുത്ത മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇത്രയേ ഉള്ളൂ, നല്ല സ്പൈസി ആയിട്ടുള്ള നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഇത് തയ്യാറാക്കാനായി തുടങ്ങാം. അതിനായിട്ട് ഞാൻ ഇതേപോലുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ഇത് ഗോതമ്പ് പൊടിയുടെ കവറായിരുന്നു. അത് കഴുകി ഉണക്കി വെച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ കട്ടിയുള്ള കവർ നമുക്കിതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ട്രിക്ക്. ഇതിൽ ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ ഇത് നമുക്ക് പരത്തിയെടുക്കാനും സിമ്പിളാണ്. അതേപോലെ തന്നെ ഇത് എടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കൊന്നുമില്ല, നല്ല കറക്റ്റായിട്ട് കിട്ടും. ഇങ്ങനെയുള്ള കട്ടിയുള്ള കവർ നമുക്കിതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇനി ഇത് കുറച്ച് മാവ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് നൈസായിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് എത്ര മാവ് വേണോ, എത്ര ഫില്ലിങ് വേണോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഇല മടക്കി വെക്കുന്നത് പോലെ മടക്കിയിട്ട് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഇത് നല്ല കറക്റ്റായിട്ട് കിട്ടും. ഓയിൽ ഗ്രീസ് ചെയ്തുകൊണ്ട് തന്നെ ഇത് നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാ നല്ല നൈസായിട്ടുള്ള അട നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഇനി സ്റ്റീമർ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഓയിൽ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇലയില്ലാതെ വെക്കുന്നതായതുകൊണ്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് തയ്യാറാക്കി വെച്ച് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് വെക്കുന്നുണ്ട്. അതിനുശേഷം ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ കൂടുതൽ വെക്കാം. ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ ഇത് കുക്കായി എന്ന് മനസ്സിലാക്കാം. ഇതിപ്പോൾ ഫ്ലെയിം സ്ലോ ആക്കിയിട്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നല്ല കറക്റ്റായിട്ടുണ്ട്. ഇനി എടുത്ത് നോക്കുമ്പോൾ ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. സ്റ്റീമറിനനുസരിച്ച് കുക്കിംഗ് ടൈമിൽ ചേഞ്ചസ് വരാം. പിന്നെ നമ്മൾ തയ്യാറാക്കുന്ന കട്ടിക്കനുസരിച്ച്
വ്യത്യാസം ഉണ്ടാകും. വളരെ നൈസായിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള ഒരു അടയാണ്. ഇലയില്ലെങ്കിലും നമുക്ക് അട കഴിക്കണമെന്ന് തോന്നുന്ന സമയത്തൊക്കെ ഇങ്ങനെ തയ്യാറാക്കി എടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യുക. നല്ല സ്പൈസിയും വെറൈറ്റിയും ആയിട്ടുള്ള ഒരു അടയാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു.